പാർവതി ദേവി. ഹിമവാന്റെ മകൾ, ദൈവങ്ങളെ ആരാധിക്കുന്ന അവൾ. ശിവനെ ഭർത്താവായി പ്രാർത്ഥിച്ചുകൊണ്ട് കാട്ടിൽ തപസ് ചെയ്യുവാനായി ഇരുന്നു. തണുപ്പിനും താപത്തിനും ഒന്നും അവളെ തടയാനായില്ല. നിരന്തരമായ ധ്യാനം, ആത്മാർത്ഥമായ വിശ്വാസം അവളെ ദിവ്യമായി മാറ്റിച്ചു. കാടിന്റെ ഉള്ളിൽ മഴ പെയ്യുമ്പോഴും പാർവതിയുടെ തപസ്സിന് ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരു സങ്കടവുമില്ല, ഒരു വിഷാദവുമില്ല. അവളുടെ മനസ്സിൽ ശിവൻ മാത്രമാണ്. മറ്റൊരു ലോകത്തിൽ വാസമാക്കിയ ശിവൻ. കണ്ണു തുറന്നു അവൻ ശ്രദ്ധിച്ചത് ഒരു ഭക്തിയുടെ തീപ്പൊരിയായിരുന്നു. പാർവതിയുടെ തപസ്സിന്റെ പ്രകാശം ശിവന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. ശിവൻ ഒരു സന്യാസിയായി കാടിലൂടെ നടന്നുവന്നു. തനിക്ക് സ്നേഹവും വിശ്വാസവും കാണിച്ച പാർവതിയെ നേരിട്ട് കാണാൻ, അവളെ പരീക്ഷിക്കാൻ. പാർവതിയെ നോക്കി ശിവൻ ചോദിച്ചു, "നീ ഒരു സന്യാസിയോടൊപ്പം ജീവിതം നയിക്കാൻ തയ്യാറാണോ?" പാർവതി ഉത്തരം നൽകി, "പ്രഭോ, നിങ്ങളോടൊപ്പം കഴിയാൻ ഞാൻ എല്ലാം ത്യജിക്കും." ഭക്തിക്കും സ്നേഹത്തിനും അതിരുകളില്ല. അവളുടെ ആത്മാർത്ഥത ശിവന്റെ സ്നേഹത്തെ ഉണർത്തി. ശിവനും പാർവതിക്കും ദിവ്യമായി വിവാഹം നടന്നു. ദേവതകളും ത്രിലോകങ്ങളും ആ അനുഭവത്തിന് സാക്ഷികളായി. അവരുടെ സ്നേഹത്തിൽ നിന്ന് ജനിച്ച കാർത്തികേയൻ, ദൈവങ്ങളുടെ യുദ്ധനായകൻ. പുതിയ പ്രതീക്ഷയായും ശക്തിയായും. കാർത്തികേയൻ തന്റെ വേൽ ഉയർത്തി ഭീകരനായ താരകാസുരനെ സംഹരിച്ചു. പാർവതിയുടെ തപസ്സും ശിവന്റെ കരുണയും ലോകത്തിന് രക്ഷയായി മാറി. നമുക്ക് സത്യസന്ധതയോ ഭക്തിയോ ഉണ്ടെങ്കിൽ ശിവൻ ഒരിക്കലും നമ്മെ വിട്ടുമാറില്ല. ശിവൻ പരീക്ഷിക്കും, പക്ഷേ അവസാനം കരുണാനിധിയായി മുന്നിൽ വരും.